മുറ്റത്തേക്കൂടി ചെരുപ്പ് വെള്ളത്തിൽ വേണ്ട, മുറ്റത്തേക്കൂടെ മീൻ നടക്കണമുണ്ടോ? മീൻ കേട്ടോ എടുത്തത് കല്ലൂരിൻ്റെ വീട്ടിലുള്ളത്. ഇത് കണ്ടോ, സ്റ്റെപ്പേലൊക്കെ വെള്ളം കയറി. കാശിക്കൂട്ടം എന്തേ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിനൊരു ഇറക്കവും ഇല്ലേ, കയറി തന്നെ കിടക്കുക. ഭ്രാന്ത് കിട്ടുന്നു. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് അനുഭവിച്ചറിയില്ല. ഞങ്ങൾ ദൂരെ നമ്മുടെ ആമ്പലയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങളിപ്പോൾ കയറി വരികയെ കാണുന്നുണ്ടോ? ഇതാ പോണത്. ആഹാ, എല്ലാ ആണുങ്ങളും കൂടെ സന്തോഷത്തോടെ നടക്കുക. കേട്ട് അപ്പൂപ്പ അപ്പൂപ്പ എന്നാ കാശി പറഞ്ഞു? ഇത് അപ്പൂപ്പ മന്നണ്ടേ. കൈ ഇടണ്ട. ആ പിടിച്ചോ. കൈ അച്ഛൻ്റെ ചേട്ടന്മാർക്കുള്ള പാലും പലഹാരമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം പണിക്കാർക്ക് നമ്മൾ ചായ കൊടുക്കുന്നു. അവർക്കുള്ള സാധനമൊക്കെ ആയിട്ട് അച്ഛൻ വന്നതാണ്. അച്ഛാ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങച്ചാ. തെറിപ്പിക്കാതെ. വാ വീട്ടിൽ ചെല്ലാൻ അപ്പൂപ്പ വിളിക്കണു. വാ, അവിടെ തെളിവുണ്ടായിരുന്നല്ലോ. ആ അപ്പൂപ്പന്തേ ഇതെന്നാ ചെയ്യാ, എമർജൻസി ആണോ? ഭഗവാന്, നമ്മുടെ വർക്ക് ഫ്രം ഹോം മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇക്കരയ്ക്ക് വന്നതാണ്. നമ്മുടെ അങ്ങോട്ട് ഇപ്പം വെള്ളമായതുകൊണ്ട് വണ്ടിയൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. വെള്ളം കയറി തന്നെ നടക്കും. ഈ തോട്ടിലെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല, എപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നടക്കും. എവിടെ പോകുന്നത്? ചായ ഇവിടെ കൊടുക്കാം ചേട്ടന്മാർക്ക്. ചേട്ടന്മാർ ചായ കുടിക്കുക. ഒരാളെവിടെ? എൻ്റെ പൊന്നു ചേട്ടാ, വെള്ളം അതുപോലെ തന്നെ കിടക്കുക. അമ്മുക്കുട്ടി ഇരിക്കുന്നു. ഒരാളെ കാണാനില്ല. ദേ ചായ കൊടുത്ത് തിരിച്ചു പോകാൻ നേരത്ത് അമ്മുക്കുട്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഞാൻ അമ്മുക്കുട്ടിയും കൂടെ പോവുകയാണ്. കാശി അവിടെ പ്രപഞ്ചം സൃഷ്ടിച്ചു കാണുന്നത്. വെള്ളം കയറി കിടക്കുവാണ്. ഓഹോ, തിരികെ വീട്ടിലേക്ക്. വെയിലാണെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. പാട് ഒരു തുള്ളി പോലും ഇറങ്ങിയിട്ടില്ല. എന്നതാ ഓടിയത്? മണ്ണാങ്ങാണോ പാമ്പാണോ ഇല്ലാണ്ട് ഓടി. പ്രസാദത്തിൻ്റെ ഒക്കെ വണ്ടി ഇക്കരെ തന്നെ വെച്ചേക്കുക. ഇക്കരെ എത്താൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നീന്തി കിടന്ന് പോകണം. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിക്കോട്ടൻ്റെ ഓരോ വേലത്തരങ്ങളാണ്. കൊയ്യമ്മേ ഇവിടെ